السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. MEP പാരന്റ്സ് മദ്രസ വിദ്യാർത്ഥികളെ, നമ്മുടെ ഇന്നത്തെ വിഷയം അഖീദ പഠന ക്ലാസ് ആണ്. കിതാബ് തൗഹീദാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ആമുഖമായി തൗഹീദിന്റെ പ്രാധാന്യവും ശിർക്കിന്റെ ഗൗരവവും അതുമായി ബന്ധപ്പെട്ട കുറെ തെളിവുകളുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മുടെ പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പ്രവേശിക്കുന്നത്. അതിലെ ഒന്നാമത്തെ അധ്യായം ബാബു ഫളലു തൗഹീദ് എന്നാണ്. തൗഹീദിന്റെ മഹത്വം, തൗഹീദിന്റെ ശ്രേഷ്ഠത, അതാണ് നമ്മുടെ ഈ കിതാബ് തൗഹീദിലെ ഒന്നാമത്തെ അധ്യായം. ബാബു ഫളലു തൗഹീദ്, തൗഹീദിന്റെ മഹത്വം. നമുക്കറിയാം, ഈ കിതാബിൽ കൂടുതലും തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറെക്കുറെ എല്ലാ അധ്യായങ്ങളിലും പരാമർശിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ആമുഖത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങൾ തന്നെ വീണ്ടും ചില ഓർമ്മപ്പെടുത്തലുകളായിട്ട് പല അധ്യായങ്ങളിലൂടെയും വരും ഇൻഷാ അല്ലാഹ്. എന്നാലും ഇന്ന് തൗഹീദിന്റെ മഹത്വം എന്ന ഈ അധ്യായത്തിൽ ഒന്നാമതായി നമുക്ക് പഠിക്കാനുള്ളത് 6-ാം അധ്യായമായ സൂറത്തുൽ അൻആമിലെ 82-ാമത്തെ ആയത്താണ്. 6-ാം അധ്യായം സൂറത്തു അൻആമിന്റെ 82-ാമത്തെ ആയത്ത്. ഇതിൽ തന്നിരിക്കുന്നതിൽ ഒരു മിസ്റ്റേക്ക്, ആലി ഇമ്രാൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. അത് തെറ്റാണ്, അൻആമാണ്. സൂറത്തു അൻആമിലെ 82-ാമത്തെ ആയത്താണ്. അപ്പൊ അതൊന്ന് നമുക്ക് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. الذين آمنوا വിശ്വസിക്കുകയും വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, ആ വിശ്വാസത്തിൽ യാതൊരുവിധ അക്രമവും കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്യുന്നവർ. ഉലൈക ലഹുമുൽ അംനു, അവർക്കാകുന്നു നിർഭയത്വം. വഹും മുഹ്തദൂൻ, അവരാകുന്നു സന്മാർഗം പ്രാപിച്ചവർ. ഈ ആയത്ത് അതിന്റെ അർത്ഥം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. ആദ്യം എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത്? വിശ്വസിക്കണം, ആ വിശ്വാസത്തിൽ യാതൊരു അക്രമവും കൂട്ടിക്കലർത്തരുത്. അങ്ങനെ ചെയ്താൽ, അക്രമം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്താൽ അവർക്ക് നിർഭയത്വമുണ്ട്, അവരാണ് സന്മാർഗം പ്രാപിച്ചവർ എന്നാണ് ആയത്തിന്റെ അർത്ഥം. വളരെ പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ഒരായത്താണ്. തൗഹീദിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരായത്താണ്. ഈ ആയത്ത് അവതരിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന് ഈ ആയത്ത് കേട്ടപ്പോൾ അവർക്ക് കുറച്ചൊരു മനപ്രയാസം ഉണ്ടായി എന്നാണ്. എന്തായിരുന്നു അവർക്കുണ്ടായ മനപ്രയാസം എന്ന് പറഞ്ഞാൽ, വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ഒരു അക്രമവും കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അവര് മനസ്സിലാക്കിയത്
പിന്നെ ഈ ഒരു അക്രമം, എല്ലാവിധ അക്രമം അഥവാ വിശ്വാസി ആയിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു അക്രമം ചെയ്തു പോയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുകളൊക്കെ ചെയ്തു പോയാൽ പിന്നീട് രക്ഷയില്ല എന്ന തരത്തിൽ, അപ്പൊ അതൊരു വലിയ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഭയപ്പാടുണ്ടായ ഒരു സംഗതിയായിരുന്നു. അവർ പേടിച്ചുപോയി. കാരണം എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ സംഭവിച്ചു പോയാൽ പിന്നെ നിർഭയത്വം ഇല്ലാതായി പോകുമോ, സന്മാർഗം ലഭിക്കാതെ പോകുമോ എന്നവർ വല്ലാതെ ഭയപ്പെട്ടു പോയി. അപ്പോൾ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. ഈ ആയത്ത് അവതരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. ഇവിടുത്തെ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാം, അവര് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മുട്ടുകുത്തി ഇരുന്നു. മുട്ടുകുത്തി അവരിരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല്, ഒരു അക്രമവും ചെയ്യാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരാണുള്ളത്? കാരണം ഒരു തെറ്റുപോലും ചെയ്യാത്ത അങ്ങനെയുള്ളവർ ആരാണ് നമ്മുടെ കൂട്ടത്തിൽ ഉള്ളത്? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാര്യങ്ങൾ നിങ്ങൾ ധരിക്കുന്നത് പോലെ അല്ല, എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചത് പോലെയുള്ള ഒരു അക്രമത്തെ കുറിച്ചല്ല അവിടെ അള്ളാഹു പറഞ്ഞത്. ആ നല്ല മനുഷ്യൻ അഥവാ ലുക്മാൻ അലൈഹിസ്സലാമിന് പറയണം, ആ നല്ല മനുഷ്യൻ എന്താണ് തന്റെ മകനോട് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം തന്റെ മകനോട് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുകയാണ്. എന്താണ് ലുക്മാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞത്? ഖുർആനിലെ സൂറത്തുൽ ലുക്മാനിലെ ആ ഉപദേശം തുടങ്ങുന്ന ഭാഗം നമുക്കറിയാലോ. ആരെങ്കിലും ഒന്ന് പറയോ, എന്താണ് ലുക്മാൻ അദ്ദേഹം തന്റെ മകനെ ആദ്യമായിട്ട് ഉപദേശിച്ചത്? അള്ളാഹുവിനോട് ആരെയും പങ്കു ചേർക്കരുത്. അള്ളാഹുവിൽ അല്ലെ, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ എന്ന് വിളിച്ചിട്ട് ആ പിതാവായ ലുക്മാൻ ഹക്കീം അദ്ദേഹം തന്റെ മകനോട് പറയാണ്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ഈ ആയത്തിൽ ഒരു പദം വന്നിട്ടുണ്ട്. ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞ ഒരു പദം ഈ ആയത്തിൽ വന്നിട്ടുണ്ട്. ഏതാണ് ആ പദം? അതെ, ഇന്ന ശിർക ലദുൽമുൻ അദീം. അപ്പൊ ഏറ്റവും വലിയ അക്രമമായിട്ട് അള്ളാഹു പരിചയപ്പെടുത്തിയ ദുൽമ് അതേതാണ്? ശിർക്കാണ്. ആ ആയത്തിനെ ഇത് വെച്ചിട്ടൊന്ന് മനസ്സിലാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അള്ളാഹു എന്താണ് അവിടെ ഉദ്ദേശിച്ചതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ യാതൊരു അക്രമവും കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ശിർക്ക് ചെയ്യരുത്. ഷിർക്ക് അഥവാ വിശ്വാസത്തിൽ ഷിർക്ക് കലരരുത്. അതാണ് വിശ്വാസിയാണെന്ന് പറയുക, പ്രഖ്യാപിക്കുക എന്നത് മാത്രമല്ല, അങ്ങനെ പറയുകയും പ്രഖ്യാപിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നുൽമ ഉണ്ടാകരുത്. ആ വിഷയത്തിൽ ഒരു നുൽമ നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലുള്ള നുൽമാണ് ഷിർക്ക് എന്നർത്ഥം. അപ്പൊ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരെ ഓർമ്മപ്പെടുത്തിയത്. ഇത് ആ നല്ല മനുഷ്യൻ തന്റെ മകനോട് പറഞ്ഞ കാര്യമാണ് ഇവിടെ അള്ളാഹു ഉദ്ദേശിച്ചത്. അഥവാ ഇന്ന ശിർക ലദുൽമുൻ അദീം, ഷിർക്കാണ് ഏറ്റവും വലിയ അക്രമം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ഈ ആയത്തിന്റെ ഉദ്ദേശമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ ഇവിടെ നമ്മൾ ലുൽമ് എന്ന പദം മുമ്പ് നമ്മൾ കുറച്ച് വിശദീകരിച്ചിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടി അത് ഓർമ്മപ്പെടുത്താം. ലുൽമു എന്ന പദം എന്താണ്? ലുൽമു എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ലുൽമ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വഴികേട്. വഴികേട്, അക്രമം. ഓക്കെ, അക്രമം എന്നാണ് അല്ലെ ലുൽമു എന്ന് പറഞ്ഞാൽ. നമുക്ക് നേർക്ക് നേരെ അതിന്റെ അർത്ഥം പറഞ്ഞാൽ അക്രമം എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ, ലുൽമു എന്ന് പറഞ്ഞാൽ. എന്നാൽ അതിന്റെ മഅന ശരിക്ക് ലുൽമു എന്ന് പറഞ്ഞാൽ വദഉ ശൈഇ ഫീ ഗൈരി മൗദിഇഹി എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത്. എന്താണ് ലുൽമു എന്ന് ചോദിച്ചാൽ വദഉ ശൈഇ ഫീ ഗൈരി മൗദിഇഹി, ഒരു കാര്യത്തെ അതിൻ്റെതല്ലാത്ത സ്ഥലത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അതിന്റെ സ്ഥാനം തെറ്റിച്ചു വെച്ചാൽ അത് നുൽമാണ്. ഒരു കാര്യം അതിന്റെ ക്രമം തെറ്റിച്ചാൽ അത് നുൽമാണ്. അതാണ് നുൽമിന്റെ ഒരു നിർവചനമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒരു കാര്യത്തെ അതിൻ്റെതല്ലാത്ത വെക്കുക.
എന്നിട്ട് ആ നിർവചനം വെച്ച് നമ്മൾ നോക്കിക്കോ, ഏതും അപ്പോഴാണ് അത് ലുൽമാകുന്നത്. നോക്കി, അക്രമം എന്ന് നമ്മൾ പറയും. അക്രമം എന്ന് പറഞ്ഞാൽ എന്താ? ക്രമമല്ലാത്തത് എന്നാണ്. അക്രമം എന്ന് പറഞ്ഞാൽ ക്രമമല്ലാത്തത് എന്നാണ് അതിന്റെ അർത്ഥം. അഥവാ ക്രമം തെറ്റിച്ചത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഒരു കാര്യം അക്രമമാകുന്നത് എപ്പോഴാണ് ഒരു കാര്യം അക്രമമാകുന്നത്? ക്രമം തെറ്റിക്കുമ്പോ. ക്രമം തെറ്റിക്കും. അപ്പൊ ഇനി നമ്മൾ എപ്പോഴാണ് പിന്നെ ഒരു കാര്യം ശിർക്കാവുന്നത്? ക്രമം പ്രവർത്തിക്കും. എങ്ങനെയാണത് ഒരു കാര്യം ഷിർക്കായത്? എന്തുകൊണ്ടാണ് അപ്പൊ അതിനെ ലുൽമ എന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഷിർക്കിനെ ലുൽമ എന്ന് പറഞ്ഞത്? ക്രമം അവിടെ തെറ്റി. ഒരു കാര്യം അവിടെ അതിൻ്റെതല്ലാത്ത അവിടെ എന്ത് ചെയ്തു? ക്രമം തെറ്റിച്ചില്ലേ? കാരണം ശരിക്കും എന്താണ്? അള്ളാഹുവിന് ചെയ്യലാണ് അതിന്റെ ശരി, അള്ളാഹുവിന് കൊടുക്കലാണ് അതിന്റെ ക്രമം. അള്ളാഹുവിനാണ് ആരാധന, അല്ലെ? ആരാധന ആർക്കാ ചെയ്യേണ്ടത്? അള്ളാഹുവിനാണുള്ളത്. ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹുവിനോടാണ്. ആർക്ക് വേണ്ടിയാണ് നേർച്ച സമർപ്പിക്കേണ്ടത്? അള്ളാഹുവിന് വേണ്ടിയാണ്. അപ്പൊ ഇതെല്ലാം അള്ളാഹുവിലേക്ക് എന്നുള്ളതാണ് അതിന്റെ ക്രമം. എന്നാൽ ആ ക്രമം തെറ്റിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് ഇബാദത്ത് നൽകി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നൽകേണ്ടത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകുമ്പോൾ അവിടെ ക്രമം തെറ്റി അത് അക്രമമായി മാറും. അതാണ് ഏതു കാര്യത്തിലും അങ്ങനെയാണ്, അല്ലെ? ഒരു കാര്യം, പിന്നെ ഒരാളോട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അനീതിയായി, അക്രമമായി മാറും. ഏതു വിഷയത്തിലും അങ്ങനെയാണ്. അപ്പൊ ലുൽമിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി വെക്കുക, ആശയം മനസ്സിലാക്കുക. ഒരു കാര്യം അതിൻ്റെതല്ലാത്ത സ്ഥാനത്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ലുൽമു എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളെ അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്താൽ അത് അക്രമമാണ്, ഏറ്റവും വലിയ അക്രമമാണ്. നമുക്ക് ആ ലുൽമിന്റെ ഇനങ്ങൾ ഇതായിട്ടൊന്ന് നമുക്ക് പിന്നെ പറഞ്ഞു പോകുക. ലുൽമിന്റെ ഇനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതിന് പിന്നെ 3 ഇനങ്ങളാണുള്ളത്. 3 ഇനങ്ങളാണ് ലുൽമ്. എഴുതിയിട്ടുണ്ട് 3 ഇനങ്ങളാണ്. ഒന്നാമത്തത് ഏതാണെന്ന് വായിച്ച ആരെങ്കിലും? ഒന്നാമത്തെ ചേർക്കൽ. അതിന്റെ ആദ്യം വായിക്കാൻ പറ്റുമോ? അത് ലുലുമ ഇല്ല. അതില് ഞാൻ ഹർക്കത്തൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പൊ ഞാൻ ഒന്ന് വായിക്കാം. അൽഇലം എന്നാണ് കേട്ടോ. അത് അൽഇലമു ദുൽമു, അൽഇലമു ദുൽമി അശ്ഇല എന്നാണ്. അൽഇലമു ദുൽമു, ഏറ്റവും വലിയ ക്രമം. അപ്പം അൽഇലമു ദുൽമി, ഞാൻ പറഞ്ഞല്ലോ ദുൽമ് പല ഇനം ഉണ്ട്. അതിലെ ഏറ്റവും വലിയ ഏതാ? അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് ഏറ്റവും വലിയ ദുൽമ്. ഇനി ആ ദുൽമ് ഏതൊക്കെയാണ്? പിന്നെ രണ്ടാമത്തെ ദുൽമിന്റെ രണ്ടാമത്തെ ഇനം ഏതാണ്? ഒന്ന് വായിച്ചേ. രണ്ടാമത്തെ ഇനം ദുൽമുൽ ഇൻസാൻ നഫ്സഹു. ദുൽമുൽ ഇൻസാനി നഫ്സഹു, മനുഷ്യൻ അവന്റെ സ്വന്തത്തോട് അക്രമം. അത് ഏതൊക്കെയാണെന്ന് ഞാൻ വിശദീകരിക്കാം. അത് രണ്ടാമത്തേത്. മൂന്നാമത്തെ എന്താണ്? ദുൽമുൽ ഇൻസാനി ഗൈറഹു എന്ന് പറഞ്ഞാൽ മറ്റൊരാളോട് കാണിക്കുന്ന അതിക്രമം. ഇത് 3 ഇനമാണ് ദുൽമിന്റെ പ്രധാനപ്പെട്ട 3 ഇനം. ഒന്ന് അള്ളാഹുവിൽ പങ്കുചേർക്കൽ, അല്ലെങ്കിൽ അള്ളാഹുവിനോട് കാണിക്കുന്ന അക്രമം. രണ്ടാമത്തേത് സ്വന്തത്തോട് ചെയ്യുന്ന അക്രമം. മൂന്നാമത്തേത് മറ്റൊരാളോട് കാണിക്കുന്ന, അഥവാ മനുഷ്യരിൽപ്പെട്ട മറ്റ് ജീവജാലങ്ങളിൽപ്പെട്ടവയോടൊക്കെ മനുഷ്യൻ കാണിക്കുന്ന അതിക്രമങ്ങളൊക്കെ ദുൽമിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. അപ്പൊ ഇതാണ് ദുൽമ അഥവാ അക്രമത്തിന്റെ 3 ഇനങ്ങൾ. ഇനി ഇതില് ഒന്നാമത് നമ്മൾ പറഞ്ഞ ഏറ്റവും വലിയ അക്രമമാണ് ഏത്? അള്ളാഹുവിൽ പങ്കു ചേർക്കൽ നമ്മൾ പറഞ്ഞല്ലോ. ഇനി എങ്ങനെയൊക്കെയാണ് ആ അക്രമം നമ്മൾ വരുന്നത്, അല്ലെങ്കിൽ മനുഷ്യർ എങ്ങനെയൊക്കെയാണ് ആ അക്രമം പ്രവർത്തിക്കുന്നത്? ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അതൊന്ന് വേറെ ആരെങ്കിലും, ഇപ്പൊ പറഞ്ഞവരല്ലാത്ത വേറെ ആരെങ്കിലും ഒന്ന് വായിച്ചേ. ഏതൊക്കെ രൂപത്തിലാണ് ആ ശിർക്ക് അല്ലെങ്കിൽ അക്രമം നമ്മൾ അള്ളാഹുവിനോട് പ്രവർത്തിക്കുന്നത്? എങ്ങനെയൊക്കെയാണ്? പ്രാർത്ഥന, സഹായതേട്ടം, നേർച്ച വഴിപാടുകൾ, ഖബർ ആരാധന, ഗുണം പ്രതീക്ഷിക്കൽ, ഭയപ്പെടൽ, അതായത് ഉറുക്ക്, ഏലസ്, ലോകമാന്യം, സത്യം ചെയ്യൽ, സമന്മാരെ ഉണ്ടാക്കൽ. ഞാൻ അത് അവിടെ ഇങ്ങനെ ഒരു പോയിന്റ് ചെയ്ത് എഴുതിയതാണ്.
പിന്നെ അത് ഓരോന്നോരോന്നും ഓരോ ഭാഗം പറഞ്ഞു പോകാനുള്ളതാണ്. അപ്പൊ അള്ളാഹുവിൽ പങ്കുചേർക്കൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് അള്ളാഹു അല്ലാത്ത അള്ളാഹുവിനെ പോലെ തന്നെ വേറൊരു അള്ളാഹുവിനെ പോയിട്ട് ആരാധിക്കുക അങ്ങനെ ഉണ്ടാവല് മാത്രമല്ല, അള്ളാഹുവിന് നൽകേണ്ട ആരാധന വേറൊരു സൃഷ്ടിക്ക് നൽകുന്നത് അത് ഏത് വിശ്വാസത്തിൽ എങ്ങനെയൊക്കെ നമ്മൾ നൽകിയാലും അത് അള്ളാഹു അല്ലാത്തവർക്കുള്ള ആരാധനയായിട്ട് മാറും. അത് ഏതൊക്കെ രൂപത്തിലാണ് മനുഷ്യരിൽ അത് പ്രകടമാകുന്നത്? ഒന്ന് പിന്നെ പ്രാർത്ഥനയാണല്ലോ ഏറ്റവും പ്രധാനം. അങ്ങനെയാണ് മനുഷ്യരൊക്കെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. അള്ളാഹു നമ്മളെ പരിഗണിക്കുന്നത് പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ആ പ്രാർത്ഥന പോലും അള്ളാഹു അല്ലാത്തവരോട് നടത്തുക എന്നത് അള്ളാഹുവിനോട് കാണിക്കുന്ന അക്രമമാണ്. നമ്മൾ അള്ളാഹുവിനോട് നടത്തിയാൽ മതി പ്രാർത്ഥന. ആ ക്രമം തെറ്റിച്ച് അള്ളാഹു അല്ലാത്ത നബിമാരോടോ മലക്കുകളോടോ അല്ലെങ്കിൽ മറ്റുള്ള ജിന്നുകളോടോ അതല്ലെങ്കിൽ ഏതെങ്കിലും സൃഷ്ടികളോടോ വ്യക്തികളോടോ മരണപ്പെട്ടുപോയ മഹാന്മാരോടോ ബദിരീങ്ങളോടോ ഷെയ്ഖുമാരോടോ അങ്ങനെ ആരോടും അതെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ക്രമം നേരെ ഖുർആൻ പറഞ്ഞല്ലോ, ഖുർആനിലെ പ്രാർത്ഥനകളെല്ലാം അള്ളാഹുവിനോടാണ്. അള്ളാഹു അല്ലാത്ത ഒരാളോടുള്ള പ്രാർത്ഥന പോലും ഖുർആനിൽ കാണാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച എത്ര പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിൽ, ഉറങ്ങുമ്പോൾ, ഉണരുമ്പോൾ, പിന്നെ പുറത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, പള്ളിയിലേക്ക് കയറുമ്പോൾ, അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ, അങ്ങനെ വാഹനത്തിൽ കയറുമ്പോൾ അടക്കമുള്ള എല്ലാ പ്രാർത്ഥന ഹദീസുകളിൽ വന്ന പ്രാർത്ഥനകളൊക്കെ ആരോടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതൊക്കെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. ഇത് മതി, ഈ ക്രമം മതി നമുക്ക്. എന്നാൽ അതിനപ്പുറം ഏതെങ്കിലും വ്യക്തികൾ മരണപ്പെട്ടു പോയവരോട് മഹാന്മാരോടൊക്കെയുള്ള പ്രാർത്ഥന അത് അള്ളാഹു അല്ലാത്തവർക്ക് ഉള്ള ആരാധനയായി മാറും. ഇനി അത് ഏത് പേര് വിളിച്ചാലും ചില ആളുകൾ പറയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, ഇത് പ്രാർത്ഥനയല്ല, അത് സഹായം തേടലാണ്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന് പെട്ടെന്ന് ഉത്തരം കിട്ടാനാണ് എന്നൊക്കെ പറയും. അത് എല്ലാ കാലത്തും ആളുകൾ പറഞ്ഞ ന്യായീകരണങ്ങളാണ്. അതിലൊന്നും കാര്യമില്ല. അതൊക്കെ അല്ലാത്തവർക്കുള്ള ആരാധനയായി ഞാൻ ഈ പറഞ്ഞ ളുൽമിലാണ് അതൊക്കെ പെടുക. അള്ളാഹുവിനോട് കാണിക്കുന്ന ളുൽമിലാണ് അത് പെടുക. അതേപോലെ നേർച്ച വഴിപാടുകൾ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുന്ന ആളുകൾ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്ന ആളുകളുണ്ട്, മൃഗങ്ങളെ ബലിയെറുക്കുന്ന ആളുകളുണ്ട്, അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി നേർച്ച മൃഗങ്ങളെ ഒഴിഞ്ഞിടുന്ന ആളുകളുണ്ട്, സ്വതക്ക കൊടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തൽ അത് ഈ പറഞ്ഞ അള്ളാഹുവിനോട് കാണിക്കുന്ന ദുൽമാണ്. അതേപോലെ സന്ദർശിക്കാൻ എന്ന പേരിൽ, മഹാന്മാരുടെ കബറുകൾ സന്ദർശിക്കാൻ എന്ന പേരിൽ പോയി ആ മഹാന്മാരോട് അതിര് കവിഞ്ഞിട്ടുള്ള അവിടുത്തെ പോയിട്ട് സുജൂദ് ചെയ്യുന്ന ആളുകൾ, അവിടെ പോയിട്ട് കരയുന്ന ആളുകൾ, അവിടെ പോയിട്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ നമുക്ക് കാണാം. അതെല്ലാം ഈ പറഞ്ഞ ദുൽമാണ്, അള്ളാഹുവിനോട് കാണിക്കുന്ന അക്രമമാണ്. ഇനി അതേപോലെ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നത്, അവരിൽ നിന്ന് എന്തെങ്കിലും അവിടെ പോയാൽ, അല്ലെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഒരു പള്ളിയിൽ പോയി കഴിഞ്ഞാൽ, മക്ബറയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും ഗുണം കിട്ടും, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന നമ്മുടെ ആഗ്രഹം നടക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ പോകൽ അള്ളാഹുവിനോട് കാണിക്കുന്ന അക്രമമാണ്. അതേപോലെ നമ്മുടെ ശരീരത്തിലോ നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിലോ ഒക്കെ അതിന് ഒരു സംരക്ഷണം എന്ന നിലയിൽ ആളുകൾ ബന്ധിപ്പിക്കുന്ന കയ്യിലും മറ്റ് ശരീരഭാഗങ്ങളിലോ വാഹനത്തിലോ ഒക്കെ കിട്ടുന്ന കയർ, ഏതെങ്കിലും പച്ച തുണി, അതല്ലെങ്കിൽ ഏലസ്, ഉറുക്ക്, ചരട്, മന്ത്രി ചൂതിയത്, അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ബന്ധിക്കൽ, അതൊക്കെ ഈ പറഞ്ഞ അള്ളാഹു അല്ലാത്തവരോടുള്ള ഈ പിന്നെ ആരാധന, അള്ളാഹു അല്ലാത്തവനോട് തവക്കുല് ചെയ്യലായിട്ട് അത് മാറും. അപ്പോൾ അതും അള്ളാഹുവിനോട് കാണിക്കുന്ന അക്രമമാണ്. ഇനി ആ ഷിർക്കിന്റെ തന്നെ ചെറിയ ഷിർക്കുകളിൽ പരിചയപ്പെടുത്തിയ കുറെ കാര്യങ്ങളുണ്ട്. അതാണൊന്ന് ലോകമാന്യം. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ആരാധന തന്നെ അള്ളാഹു അല്ലാത്തവര് കൂടി അറിയാനും വേണ്ടി, അല്ലെങ്കിൽ അവര് നമ്മളെ കുറിച്ച് നല്ലത് പറയാൻ വേണ്ടി അള്ളാഹുവിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടാനാണ് കൊടുക്കുന്നത്. എങ്കിലും അതോടൊപ്പം ഈ ആളുകളുടെ പ്രീതിയും ആളുകൾ കൂടി നല്ലത് പറയണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യത്തെയാണ് ലോകമാന്യം എന്ന് പറയുക. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്കിലാണ് അതിനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യും. അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെ കൊണ്ടും സത്യം ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിരോധിച്ചതായിട്ട് പഠിപ്പിച്ചു തന്നതാണ്. അതേപോലെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട വിശേഷണങ്ങൾ അത് അള്ളാഹു അല്ലാത്തവർക്കുണ്ടെന്ന് സങ്കല്പിക്കുക, അതൊക്കെ അള്ളാഹുവിന് സമന്മാരെ, അള്ളാഹുവിന് തുല്യരായിട്ടുള്ള ആളുകളെ ഉണ്ടാക്കുന്നതിന് സമമാണ്.
എന്ന് പറഞ്ഞാൽ അള്ളാഹു അറിയുന്നത് പോലെ അറിയും. ഇപ്പം മരിച്ചു കഴിഞ്ഞാലും നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ വിളിക്കുന്നത് കേൾക്കും, അത് അറിയും, അതിന് ഉത്തരം ചെയ്യും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് അത് അള്ളാഹുവിൽ നിന്നും മാത്രം പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അത് അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കലാണ്. ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അത് ലോകം നിയന്ത്രിക്കുന്നത് വേറെ ഏതോ മനുഷ്യനാണ്, വേറെ ഏതോ സൃഷ്ടിയാണ്, വേറെ മരണപ്പെട്ടു പോയ ഏതോ വലിയാണ് എന്നൊക്കെയുള്ള വിശ്വാസം, ഇതൊക്കെ ഇങ്ങനെ പലതരത്തിൽ മനുഷ്യർ അവരറിയാതെ തന്നെ ഇങ്ങനെ അവരിലേക്ക് ശിർക്കിന്റെ പല ഇനങ്ങൾ കടന്നുകൂടും. അപ്പൊ ഇത് വലിയ ദുൽമാണ്. ഇതാണ് ഏറ്റവും വലിയ ദുൽമ്. നമ്മൾ അള്ളാഹുവിനോട് കാണിക്കുന്ന മറ്റുള്ള അക്രമങ്ങളെക്കാളൊക്കെ ഏറ്റവും വലിയ അക്രമം ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതും മാറ്റി നിർത്തേണ്ടതും ജീവിതത്തിൽ കടന്നു വരാതിരിക്കാനുള്ള ഉറച്ച പ്രതിജ്ഞ എടുക്കുകയും ചെയ്യേണ്ടത്. ഇനി ദുൽമിന്റെ തന്നെ രണ്ടാമത്തെ ഇനം നമ്മൾ പറഞ്ഞാണ് ദുൽമുൽ ഇൻസാനി നഫ്സഹു. മനുഷ്യൻ ഒരാള് തന്റെ തന്റെ സ്വന്തത്തോട് കാണിക്കുന്ന അക്രമം. ആ സ്വന്തത്തോട് കാണിക്കുന്ന അക്രമത്തിലാണ് എന്തൊക്കെയാണ് വരിക? ഒരാൾ സ്വന്തം നഫ്സിന് നൽകേണ്ട അവകാശം മുതൽ ഒരാൾ ചെയ്യുന്ന പാപങ്ങൾ വരെ ഈ സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കുന്ന കാര്യത്തിലാണ് പെടുക. നമുക്ക് മനസ്സിലായോ? ഒരാള് സ്വന്തം നഫ്സിന് നൽകേണ്ട അവകാശം, അഥവാ എനിക്ക് എന്റെ ശരീരത്തോട് ഒരു ബാധ്യതയുണ്ട്, ആ ശരീരത്തോട് നൽകേണ്ട അവകാശം അത് ഞാൻ നൽകാതിരിക്കുക, അത് മുതൽ നമ്മൾ ചെയ്യുന്ന മറ്റുള്ള പാപങ്ങൾ, സാധാരണഗതിയിലുള്ള പാപങ്ങൾ വരെ എന്താണ്? ദുൽമുൽ ഇൻസാനി നഫ്സഹു. മനുഷ്യൻ സ്വന്തത്തോട് ചെയ്യുന്ന പാപങ്ങളിൽ, അക്രമങ്ങളിലാണ് അത് പെടുക. ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊക്കെ നമ്മുടെ ശരീരത്തോട് ഒരു ബാധ്യതയുണ്ട്. ഇപ്പൊ 3 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന ഒരു സംഭവം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വരികയും എന്നിട്ട് അവര് കുറെ പ്രതിജ്ഞ എടുത്തുകൊണ്ട്, ഓരോരുത്തരും ഓരോ പ്രതിജ്ഞ എടുത്തുകൊണ്ട് തിരിച്ചു പോവുകയും ചെയ്തു. വലിയൊരു സംഭവമാണ്. ഞാനത് മുഴുവൻ പറയാനുള്ള സമയമില്ല. വലിയ പ്രതിജ്ഞയാണ് അവരെടുത്തത്. അവരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇനി വിവാഹം കഴിക്കില്ല, വിവാഹം കഴിക്കാതെ ഞാൻ ഇങ്ങനെ ആരാധന മാത്രമായിട്ട് ജീവിതം കഴിച്ചു കിട്ടും. വേറൊരാൾ പറഞ്ഞത്, ഞാൻ ഇനി എല്ലാ ദിവസവും എനിക്ക് നോമ്പായിരിക്കും, ഒരു ദിവസം പോലും ഞാൻ നോമ്പ് ഒഴിവാക്കുകയില്ല എന്നാണ് വേറൊരാൾ പറഞ്ഞത്. വേറൊരാൾ പറഞ്ഞത്, ഞാൻ ഇനി രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കും, ഞാൻ ഒരല്പം പോലും ഞാൻ ഉറങ്ങുകയില്ല എന്ന് പറഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോ അവരെ വിളിപ്പിക്കുകയും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞോ എന്ന് ചോദിക്കുകയും, എന്നിട്ട് ഇത് പറഞ്ഞ ആളുകളോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്, തീർച്ചയായും ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, ഞാൻ കുടുംബജീവിതം നയിക്കുകയും ചെയ്യുന്നുണ്ട്, അതേപോലെ ഞാൻ നോമ്പെടുക്കാറുണ്ട്, നോമ്പ് ഉപേക്ഷിക്കാറുണ്ട്, അതേപോലെ ഞാൻ രാത്രിയിൽ ഉറങ്ങാറുമുണ്ട്, ഞാൻ രാത്രിയിൽ നമസ്കരിക്കാറുമുണ്ട്. അപ്പൊ ഇതാണ് എന്റെ സുന്നത്ത്. ഈ സുന്നത്തിനോട് ആരെങ്കിലും വിമുഖത കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ലെന്നാണ് പറഞ്ഞത്. അതല്ലാതെ ഈ 3 ആളുകളെ വിളിച്ചിട്ട് അവരെ നബി അവരെ നിങ്ങളെടുത്ത നല്ല തീരുമാനമാണ്, നിങ്ങൾ നല്ല കാര്യമാണ് തീരുമാനിച്ചത്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കാനും അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളാണല്ലോ അവർ തീരുമാനിച്ചത്, അതിനവരെ പ്രോത്സാഹിപ്പിക്കുകയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. കാരണം എന്താണ്? അത് ഒരിക്കലും ഒരു നഫ്സിന് കഴിയാത്ത കാര്യങ്ങളാണ്. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച ഒരു പ്രകൃതം ഉണ്ടല്ലോ, ആ പ്രകൃതത്തോട് യോജിക്കാത്ത ഒരു കാര്യമാണ് ആ 3 ആളുകളും എടുത്തത് പ്രതിജ്ഞ. അപ്പൊ അത് ആ ശരീരത്തിന് കഴിയാത്തതാണത്, അല്ലെ? ഖുർആനിൽ അള്ളാഹു പറഞ്ഞല്ലേ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അള്ളാഹു ഒരാളോടും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ അയാളെ അടിച്ചേൽപ്പിക്കുകയില്ല, അല്ലെങ്കിൽ അയാളോട് നിർദ്ദേശിക്കുകയില്ല. അള്ളാഹു നമ്മളോട് നമുക്ക് കഴിയുന്ന കാര്യങ്ങളാണ് നമ്മളോട് ബാധ്യതയായി നിർബന്ധമായിട്ട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളൂ. അതിൽ കൂടുതൽ ചെയ്യൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സ്വന്തം ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നത്, അതല്ലെങ്കിൽ സ്വന്തമായിട്ട് ത്യാഗം സഹിക്കുന്നത്, പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു ത്യാഗം ചെയ്യുക എന്നത് പോലും അത് തെറ്റായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അത് പാടില്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. അത് 2 കാര്യമുണ്ട്. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോട് എതിരാണ്. മറ്റൊന്ന് അതിലുള്ളതുണ്ട്, അത് സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കലാണ്. സ്വന്തം ശരീരത്തിന് ഒരു പ്രകൃതമുണ്ട്, ആ പ്രകൃതത്തിന് യോജിക്കാത്തതാണ്. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങളെ ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളോട് അങ്ങനെ ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചിട്ടില്ല. മറിച്ച് ഭക്ഷണം നമുക്ക് ആവശ്യമാണ്, അതേപോലെ തന്നെ വിവാഹ ജീവിതം, കുടുംബ ജീവിതം ആവശ്യമാണ്, അതേപോലെ
വിശ്രമം ആവശ്യമാണ്, ഉറക്കം ആവശ്യമാണ്. അപ്പൊ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം, അത് വലിയ അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അത് പാടില്ല എന്ന്, അത് സ്വന്തത്തോട് കാണിക്കുന്ന അക്രമമായിട്ടാണ് മനസ്സിലാക്കി തരുന്നത്. വേറെ ഒരുപാട് വിഷയം ആ കാര്യത്തിലുണ്ട്. ഇപ്പൊ ഒരാള് നോമ്പ് പിടിച്ചുകൊണ്ട് വെയിലത്ത് നിൽക്കാൻ, കാലിൽ നിന്ന് നോമ്പെടുക്കാൻ, തണൽ കൊള്ളാതെ വെയിലത്ത് തന്നെ നിന്നുകൊണ്ട് നോമ്പെടുക്കാൻ ഒരാൾ നേർച്ചയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കിയപ്പോ ഒരാൾ ഇങ്ങനെ നിന്ന് വെയിൽ കൊള്ളുന്നു, അയാൾ വെയിലത്ത് തന്നെ നിൽക്കുന്നു. അപ്പൊ സഹാബത്തിനോട് ചോദിച്ചു, അയാൾക്ക് എന്ത് പറ്റി? അപ്പൊ സഹാബത്ത് പറഞ്ഞു, അയാൾ ഇങ്ങനെ നേർച്ച നേർന്നിരിക്കുകയാണ്, അയാള് തണല് കൊള്ളില്ലെന്നും നോമ്പെടുക്കുമെന്നും വെയിലത്ത് നിന്നുകൊണ്ട് നോമ്പെടുക്കുമെന്നും നേർച്ചയാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളോട് നോമ്പ് പൂർത്തിയാക്കാനും തണലിലേക്ക് മാറി നിൽക്കാനും പറയൂ എന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ഒരു നേർച്ചയില്ല, ശരീരത്തെ പ്രയാസപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നേർച്ചയില്ല. അതുകൊണ്ട് ആ പിന്നെ കഴിയാത്തത് വെയിലത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് നോമ്പ് സുന്നത്തായ നോമ്പുകളുണ്ട്, നോമ്പ് അയാളെ പൂർത്തീകരിച്ചു കൊള്ളട്ടെ, എന്നിട്ട് തണല് കൊള്ളുക, വെയിലത്ത് നിന്ന് മാറി നിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറയുന്നുണ്ട്. അപ്പൊ അവിടെയൊന്നും സ്വന്തം ശരീരത്തെ പോലും, ആ ശരീരത്തിന് അപകടകരമാകുന്ന കാര്യങ്ങൾ, അതിപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ മദ്യപാനം, ലഹരി ഉപയോഗം, അതേപോലെ പിന്നെ ഭക്ഷണത്തിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും അതിരുകവിയലുകളൊക്കെ നമ്മുടെ ശരീരത്തെ പോലും പിന്നെ നശിപ്പിക്കുന്ന, ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന തരത്തിലുള്ള രോഗങ്ങൾ കൂടാനും വരാനും ഒക്കെ സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കണം. അത് ഒരു ഭാഗമാണ്. രണ്ടാമത്തെ വിഷയം മറ്റു പാപങ്ങള്, ഏതു തിന്മകളാണ് അതൊക്കെ പിന്നെ ഈ പറഞ്ഞ സ്വന്തത്തോട് കാണിക്കുന്ന അക്രമത്തിൽ പെടും. അത് കുല്യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം എന്നാണല്ലോ അള്ളാഹു വിളിച്ചത്. സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിച്ച എന്റെ ദാസന്മാരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങളെ നിരാശപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചപ്പോഴും സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവരെ എന്നാണ് വിളിച്ചത്. തെറ്റ് ചെയ്ത ആളുകളെ ഉദ്ദേശിച്ച്, പാപങ്ങൾ ചെയ്തു പോയ ആളുകളെ വിളിച്ചപ്പോൾ അവിടെയും അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമങ്ങൾ പ്രവർത്തിച്ചവരെ എന്നാണ് അള്ളാഹു വിളിച്ചത്. അപ്പൊ പാപങ്ങൾ ചെയ്യുക എന്നുള്ളതും ഈ പറഞ്ഞ സ്വന്തത്തോട് കാണിക്കുന്ന അക്രമങ്ങളിൽ പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ വ്യഭിചരിക്കുക, മദ്യപിക്കുക, പലിശ വാങ്ങുക, ഈ വക തെറ്റുകൾ ചെയ്യലും സ്വന്തത്തോട് കാണിക്കുന്ന അക്രമമായിട്ടാണ് എല്ലാം പരിചയപ്പെടുത്തുന്നത്. ഇനി മൂന്നാമത്തെ ഇനം ദുൽമുൽ ഇൻസാനി ഗൈറഹു, മനുഷ്യൻ മറ്റു മനുഷ്യരോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന അക്രമം, മറ്റൊരാളോട് അതിക്രമം പ്രവർത്തിക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ മുആദ് ഇബ്നു ജബൽ ഇലൽ യമനി, മുആദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് അയക്കുകയാണ്. ആ അയക്കുന്ന സമയത്ത് മുആദ് റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അവിടെ. ഇത്തഖി ദഅവത്തൽ മദ്ലൂമി, നീ ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കണം. ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, എന്തുകൊണ്ടെന്നാൽ അതിന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ യാതൊരു മറയുമില്ല. എന്ന് പറഞ്ഞാൽ ആക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന നേർക്ക് നേരെ അള്ളാഹുവിലേക്കാണ് ചെല്ലുന്നത്, അതിന്റെ ഇടയിൽ മറയൊന്നും ഉണ്ടാവില്ല. പറഞ്ഞാൽ വേഗം അള്ളാഹു ഉത്തരം ചെയ്യുന്ന, അള്ളാഹുവിനോട് ആക്രമിക്കപ്പെട്ടവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു വേഗം സ്വീകരിക്കും. ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇസ്ലാം. അഥവാ ഒരാളെ ഉപദ്രവിക്കുന്നത് വലിയ പാപമായിട്ടാണ് പിന്നെ ഇവിടെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അത് വളരെ ഗൗനിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി അത് മറ്റുള്ളവരോട് കാണിക്കുന്ന അക്രമം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രൂപത്തിലാണ് നമ്മൾ ഒരാളോട് അക്രമം കാണിക്കുന്നത്? പല രൂപത്തിൽ മറ്റുള്ള ഒരാളോട് നമുക്ക് അക്രമം കാണിക്കാം. ഉദാഹരണത്തിന് സമ്പത്തിന്റെ വിഷയത്തിൽ അല്ലെ, പ്രധാനപ്പെട്ട മൂന്ന് വിഷയമാണ്: സമ്പത്ത്, ശരീരം, അഭിമാനം. പല ഹദീസിലും അതിങ്ങനെ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ, ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയുടെ സമ്പത്ത്, അവന്റെ ശരീരം, അവന്റെ അഭിമാനം, ഇത് പവിത്രമാണ്, അത് ഒരിക്കലും ഹനിക്കരുത് എന്ന് പറയുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ ആവശ്യമുണ്ട്. അപ്പം സാമ്പത്തികമായി ദ്രോഹിക്കരുത്, ശാരീരികമായിട്ട് ഒരാളെ ദ്രോഹിക്കരുത്, അവന്റെ അഭിമാന ക്ഷതമേൽപ്പിച്ചുകൊണ്ട് ഒരാളെ ദ്രോഹിക്കരുത്. അല്ലെ, ഇപ്പൊ സാമ്പത്തികമായിട്ട് ഒരാളോട് കാണിക്കുന്ന ദ്രോഹമാണ് അയാളെ വഞ്ചിക്കുക, പറഞ്ഞു പറ്റിക്കുക. സാമ്പത്തിക വിഷയത്തിൽ, കച്ചവടത്തിന്റെ വിഷയത്തിൽ, ബിസിനസിന്റെ വിഷയത്തില്, ഷെയറിന്റെ വിഷയത്തില്, അല്ലെങ്കിൽ സ്ഥലത്തിന്റെ വിഷയത്തില്, അങ്ങനെ പല കാര്യത്തില്, അല്ലെങ്കിൽ ഒരു കടം വാങ്ങി
അതുപോലെ തിരിച്ചു കൊടുക്കാത്ത വിഷയത്തില്, അങ്ങനെയൊക്കെ പല രൂപത്തിൽ സാമ്പത്തികമായ ഇടപാടുകളിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു കണിച്ചത കുറവ് അല്ലെങ്കിൽ സൂക്ഷ്മത കുറവ്, അത് വലിയ അക്രമമായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. മറ്റുള്ളവരോട് കാണിക്കുന്ന അക്രമമാണ്. അതേപോലെ ശാരീരികമായ അക്രമം, അല്ലെ, ഒരാളെ അടിക്കുക, ഒരാളെ ഇടിക്കുക, ഒരാളെ മർദ്ദിക്കുക, അയാളെ ചവിട്ടുക, കുത്തുക, കൊല്ലുക, വേദനിപ്പിക്കുക, ദ്രോഹിക്കുക, ഇത് ശാരീരികമായി ഒരാളോട് കാണിക്കുന്ന അക്രമമാണ്. അല്ലെ, ഇന്നിപ്പോ നമ്മുടെ നാട്ടിലെ നിത്യ സംഭവങ്ങളാണ് ഇതൊക്കെ ഈ പറഞ്ഞാല് തട്ടിപ്പ്, എന്തെല്ലാം തട്ടിപ്പുകളാണ്, ഓൺലൈൻ തട്ടിപ്പുകൾ, സാമ്പത്തിക തട്ടിപ്പുകൾ, അല്ലെ, പല രൂപത്തിലാണ്. മനുഷ്യർക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ പല ആളുകൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ആണ് ആളുകൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് വീണ്ടും വീണ്ടും മനുഷ്യർ അതിന്റെ ഇരയാകാണ്. വലിയ അത്യാഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് കൊണ്ട് പറ്റിക്കപ്പെടാനായിട്ട് മനുഷ്യൻ നിന്നു കൊടുക്കുന്ന സാഹചര്യം ഉണ്ട്. അപ്പൊ ഏതായിക്കോട്ടെ, എങ്ങനെ നിന്നു കൊടുത്താലും എത്ര അവസരം കിട്ടിയാലും ഒരു വിശ്വാസി മറ്റൊരാളെ പറ്റിക്കാൻ പാടില്ല. അത് ദ്രോഹമാണ്, ദുൽമാണ്, മറ്റൊരാളോട് കാണിക്കുന്ന ദ്രോഹമാണ്. ഇപ്പല്ലേ അയൽവക്ക തർക്കങ്ങളൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിലടക്കൊക്കെ കേൾക്കാം. അയൽവാസികളും തമ്മിൽ അടിയുണ്ടാകാനുള്ള കാരണം, അല്ലെ, വേലി അങ്ങോട്ട് കുറച്ച് കയറി അല്ലെങ്കിൽ മതില് അങ്ങോട്ട് കുറച്ച് ഇറങ്ങി, അങ്ങനെ അതിന്റെ പേരിൽ സഹോദരന്മാര് തമ്മിൽ പോലും, കുടുംബ ബന്ധുക്കൾ തമ്മിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിപിടി നടക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ശരിക്കും അതിന് പിന്നെ ഒരാള് പിടിച്ചെടുത്തു അല്ലെങ്കിൽ ഒരാളെ പരാജയപ്പെടുത്തി, ഒരാൾക്ക് മറ്റൊരാൾക്ക് അർഹതപ്പെട്ട മുതല് തനിക്ക് കിട്ടി, എന്നാലും അത് സന്തോഷിക്കാനല്ല, നമുക്ക് സന്തോഷിക്കാനുള്ള വകയില്ല അതില്. അല്ലെങ്കിൽ അവൻ പാവപ്പെട്ടവനായതുകൊണ്ട്, അവൻ ദുർബലനായതുകൊണ്ട് അവന് അവകാശപ്പെട്ടത് നമ്മൾ കൈവശപ്പെടുത്തിയാൽ അത് ലുൽമാണ്, അവനോട് നമ്മൾ കാണിച്ച ലുൽമാണ്, അത് വലിയ അപകടമാണ് അത്. അപ്പൊ അതുകൊണ്ട് അത് സൂക്ഷിക്കണം. അതേപോലെ അഭിമാനം, അത് പ്രധാനപ്പെട്ടതാണ്. ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുക, അല്ലെ, ഒരാളെ പറ്റി പരിദൂഷണം പറയുക, അല്ലെങ്കിൽ ഒരാളെ പറ്റി പിന്നെ ഏഷണി പറയുക, അല്ലെങ്കിൽ ഒരാളെ പരിഹസിക്കുക, അല്ലെ, ഒരാളെ വെറുതെ കളിയാക്കുക, എത്ര അത് നേരിട്ടാവട്ടെ, പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആകട്ടെ, മറ്റുള്ള രൂപത്തിലാകട്ടെ, പല രൂപത്തിൽ മറ്റൊരാളുടെ അഭിമാനത്തിന് കോട്ടം തെറ്റുന്ന രൂപത്തിലുള്ള പ്രവൃത്തി ദുൽമാണ്, അയാളോട് കാണിക്കുന്ന അക്രമമാണ്. അതിന്റെയൊക്കെ ഭവിഷ്യത്തുകൾ വലുതാണ്. അതിന്റെയൊക്കെ ഭവിഷ്യത്ത് നമ്മൾ ആഖിറത്തിൽ വരെയാണ് അറിയുന്നത്. നമ്മുടെ നന്മകളൊക്കെ അവർ കൊണ്ടുപോകുന്നത് കണ്ടു നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ അവരുടെ തെറ്റുകളുടെ പിന്നെ തിന്മ, അതിന്റെ തോത് അല്ലെങ്കിൽ അതിന്റെ ശിക്ഷ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ പാപ്പരായി പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിരുന്നത്. വലിയ ഗൗരവമുള്ള കാര്യമാണ്. കാരണം മറ്റുള്ളതൊക്കെ ചിലപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്ത്, അല്ലെ, റമളാനും മറ്റുള്ള സന്ദർഭങ്ങളൊക്കെ വരുമ്പോ നമ്മൾ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചൊക്കെ ഇസ്തിഗ്ഫാർ നടത്തി, പാപമോചന പ്രാർത്ഥന നടത്തി ഒക്കെ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടൊക്കെ അള്ളാഹു ചിലപ്പോ നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള പിന്നെ അള്ളാഹുവിനോട് കാണിച്ച, നമ്മുടെ സ്വന്തത്തോട് കാണിച്ചതൊക്കെ ഒരു പക്ഷെ അള്ളാഹു പുറത്തു തരും. എന്നാൽ ഈ മറ്റുള്ളവരോട് കാണിച്ച തെറ്റ് പുറത്തു തരണമെങ്കിൽ അവരോടുകൂടി അത് ഏറ്റുപറഞ്ഞ് പൊരുത്തപ്പെടിക്കണമെന്നാണ് ഇസ്ലാമിന്റെ ഒരു നിബന്ധന. തൗബയുടെ പോലും നിബന്ധനയിൽ അതുണ്ട്. അതിൽ എത്ര പേരെ നമുക്ക് ഇന്നത്തെ കാലത്ത് നേരിട്ട് കണ്ട് പൊരുത്തപ്പെടിക്കാൻ പറ്റും? ഇനി മരണപ്പെട്ടു പോയ ആളുകൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് അത് വലിയ ഒരു ദുൽമാണ്. മറ്റുള്ളവരോട് ഒരു തരത്തിലും സാമ്പത്തികമായി, ശാരീരികമായി അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രൂപത്തിലൊന്നും ഒരു ദുൽമ് നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. അത് ദുൽമിന്റെ ഇനങ്ങൾ ഒന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണ്. എന്നിട്ട് ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, മിൻകും നുദിഖുഹു അദാബൻ കബീറാന്ന്. ആരാണോ അക്രമം പ്രവർത്തിക്കുന്നത്, ആ അക്രമം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ ശിക്ഷ അവനെ നാം ആസ്വദിപ്പിക്കുമെന്ന് ഖുർആൻ താക്കീത് നൽകുന്നുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ അത് അള്ളാഹുവിനോട് കാണിക്കുന്ന അക്രമമാകട്ടെ, പിന്നെ സ്വന്തത്തോട് കാണിക്കുന്ന അക്രമങ്ങളാകട്ടെ, മറ്റു മനുഷ്യരോട് കാണിക്കുന്ന, മറ്റു സൃഷ്ടികളോട് കാണിക്കുന്ന അക്രമമായിക്കൊള്ളട്ടെ, അതിനെല്ലാം വലിയ ശിക്ഷ അവനെ ആസ്വദിപ്പിക്കും എന്ന് അള്ളാഹു ശക്തമായി താക്കീത് നൽകുന്നുണ്ട്. അപ്പൊ ഈ വക അക്രമങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ഈ ആയത്തിലെ ദുൽമ്, ഏറ്റവും വലിയ ദുൽമായ അക്രമത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം, അഥവാ ശിർക്ക് ഒഴിവാക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. ഇനി ഇങ്ങനെ നമ്മൾ മാറി നിന്നാൽ നമുക്ക് കിട്ടുന്ന ഗുണം എന്താണ്? ഈ പറഞ്ഞ ദുൽമിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിന്നാൽ നമുക്ക് എന്ത് ലഭിക്കുമെന്നാണ് അള്ളാഹു പറഞ്ഞത്?
എന്താണ് ലഭിക്കുക? നിർഭയത്വം. അതെ, മാഷാ അല്ലാ. എല്ലാവരും ഇല്ലേ ഇവിടെ? കുറച്ച് ആളുകൾ മാത്രമേ പ്രതികരിക്കുന്നുള്ളെന്ന് തോന്നുന്നു. അപ്പം അവർക്ക് കിട്ടുന്ന കാര്യം, അള്ളാഹു ഈ പറഞ്ഞ ദുൽമിൽ നിന്ന് ഒരാള് രക്ഷപ്പെട്ടാൽ അയാൾക്ക് കിട്ടുന്ന ഗുണം എന്താണ്? ഉലായിക ലഹുമുൽ അംന്, അയാൾക്ക് കിട്ടും. ആ വാക്ക് നോട്ട് ചെയ്ത് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇനി അംനാണ്, അംന് ഇല്ല, മറ്റേത് ദുൽമ്, ഇത് അംന്. ദുൽമിൽ നിന്ന് രക്ഷപ്പെട്ടാലാണ് അംന് കിട്ടുക. അംന് എന്ന് പറഞ്ഞാൽ നിർഭയത്വം എന്നാണ് അർത്ഥം. അംന് എന്ന് പറഞ്ഞാൽ നിർഭയത്വം. അപ്പൊ നിർഭയത്വം കിട്ടും. നിർഭയത്വം എന്ന് പറഞ്ഞാൽ ഭയപ്പാടിൽ നിന്നുള്ള സംരക്ഷണം. അത് ദുനിയാവിലും കിട്ടണം, ആഖിറത്തിലും കിട്ടണം, അല്ലെ? ഒരാൾക്ക് ലഭിക്കുന്ന ഒരു വലിയ സൗഭാഗ്യം, അനുഗ്രഹമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തന്ന ഒരു സംഗതിയാണ് അംന് എന്നുള്ളത്. നമുക്കറിയാം, ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർഭയത്വമില്ല, അല്ലെങ്കിൽ ഒരു ഭയപ്പാടോടുകൂടി ജീവിക്കേണ്ടി വരുന്ന, ഭൗതികമായ ഭയപ്പാടോടുകൂടി ജീവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മൾ നിരന്തരമായി ഫലസ്തീനികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ലോകത്ത് വിവിധ ഇടങ്ങളിൽ മുസ്ലിങ്ങളായതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഒരു ഭയപ്പാടില്ലാതെ ഒരു ദിവസം ഒരു പ്രഭാതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തവരുണ്ട്. ഭയപ്പാടില്ലാതെ കിടന്നുറങ്ങാൻ കഴിയാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എത്ര നിർഭയരാണ് സത്യം പറഞ്ഞാൽ. അല്ലെ, നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറി, നമ്മുടെ റൂമിൽ കയറി എത്ര നിർഭയത്വത്തോടെ സമാധാനത്തോടെ നമ്മൾ കിടന്നുറങ്ങുന്നത്. എന്നാൽ അങ്ങനെ ഒരു നിർഭയത്തിൽ എന്തും സംഭവിക്കാം അല്ല, ഇപ്പൊ രാത്രി എന്തും സംഭവിക്കാം. ചിലപ്പോ കെട്ടിടം തകർന്നു പോകാം, വീട് തകർന്നു പോകാം, സ്കൂള് തകർന്നു പോകാം, നാട് തകർന്നു പോകാം, എല്ലാം നശിച്ചു പോകാം. അങ്ങനെ ഒരു ഭയപ്പാടോടുകൂടിയൊക്കെ ജീവിക്കേണ്ടി വരുന്ന യുദ്ധ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന നാടുകളിലുള്ള ആളുകളുടെയൊക്കെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അത് ദുനിയാവിലെ ഒരു അനുഗ്രഹം കിട്ടാതെ പോകുന്ന, അല്ലെങ്കിൽ ദുനിയാവിൽ ആ ഒരു സുരക്ഷിതത്വം ലഭിക്കാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആ രൂപത്തിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. അള്ളാഹു അവർക്കൊക്കെ നിർഭയത്വം നൽകട്ടെ, ദുനിയാവിലും ആഖിറത്തിലും പരിപൂർണമായി നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമുക്ക് അത് ലഭിച്ചു എന്നുള്ളത് ഒരു വലിയ സൗഭാഗ്യം. അത് നമ്മൾ തിരിച്ചറിയണം. ഇനി ഈ പറഞ്ഞ നിർഭയത്വം 2 രൂപത്തിലുണ്ട്. അത് ആഖിറത്തിൽ, ദുനിയാവിലെ നിർഭയത്വം മാത്രം പോരല്ലോ, നമുക്ക് ആഖിറത്തിലും വേണമല്ലോ നിർഭയത്വം. ഈ നിർഭയത്വം എങ്ങനെയാണ് കിട്ടുക? പണ്ഡിതന്മാര് പറഞ്ഞു, യകൂനുൽ അംനു ബിഖദിരി ഈമാനിഹി എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? യകൂനുൽ അംനു ബിഖദിരി ഈമാൻ. ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ ഒരാളുടെ ഈമാനിന് അനുസരിച്ചായിരിക്കും അയാൾക്ക് നിർഭയത്വം. എങ്ങനെയാണ് ഒരാൾക്ക് ഇവിടെ എങ്ങനെയാണ് നിർഭയത്വം ഉണ്ടാവുക? ഈമാൻ അനുസരിച്ച് എങ്ങനെ നിർഭയത്വം ഉണ്ടാവും? ആർക്കെങ്കിലും പറയാമോ? ദുനിയാവില് ഒരാൾക്ക് നിർഭയത്വം ഉണ്ടാവും, ഈമാന് അനുസരിച്ച് നിർഭയത്വം ഉണ്ടാവും. എങ്ങനെയാണ്? നല്ലതും ചീത്തയും അള്ളാഹുവിൽ നിന്നാണെന്നുള്ള ഉറച്ച വിശ്വാസം. ഓക്കെ, വേറെ? അള്ളാഹുവിൽ തവക്കൽ ചെയ്ത് ജീവിച്ചാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഭയവും രക്ഷയും ലഭിക്കുമെന്നുള്ള വിശ്വാസം. ഓക്കെ, അത് ഉണ്ടെങ്കിൽ ഒരാൾക്ക് കിട്ടുന്ന ഒരു പ്ലസ് പോയിന്റ് എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും, ദുനിയാവിൽ നമുക്ക് നിർഭയത്വം കിട്ടും. ഒരു തെറ്റൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിലൊരു പശ്ചാത്താപം തോന്നുക, അതൊരു ഈമാനിന്റെ. ഓക്കെ, അതോടൊപ്പം അതായത് ഇതുണ്ടെങ്കിൽ, അതായത് ഈമാൻ ഉണ്ടെങ്കിൽ നമുക്ക് നിർഭയത്വം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ഒക്കെ ചരിത്രം നമ്മൾ കുറെ കേട്ടാണല്ലോ. അവർക്കൊരു പേടി ഉണ്ടായിരുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കിയപ്പോ ബദറിലേക്ക് ഇറങ്ങാൻ അവർക്ക് പേടി ഉണ്ടായിരുന്നോ? ഇല്ല. എതിർപക്ഷത്ത് ശത്രുക്കൾ, അവരുടെ സംഘാടനം, അവരുടെ ആധിക്യം, അവരുടെ അതിനുവേണ്ടിയുള്ള ഒരുക്കം, അവരുടെ എണ്ണം, ആയുധങ്ങളുടെ ബലം എല്ലാം അവർക്കറിയാം.
ഇവർക്ക് കണ്ടുകൊണ്ടിരിക്കുക, ഇവർ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഒരു പേടി അവർക്കുണ്ടായില്ല. അതാണ് ഈമാനിലൂടെ കിട്ടുന്ന നിർഭയത്വം എന്ന് പറഞ്ഞാൽ. അത് ഈമാനുള്ളവർക്ക് അത് കിട്ടും. ഒരു പേടി, പതറൂല. ഇപ്പം ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, സൂറത്തുൽ അഹ്സാബ് എന്നാണ് പേര്. ആ അഹ്സാബ് വിശദീകരിക്കുന്നില്ല, ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ആ അഹ്സാബ് ഖന്തഖ് യുദ്ധവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അവിടെ വലിയ സഖ്യകക്ഷികളാണ് ഇസ്ലാമിനെതിരെ ശത്രുക്കളായിട്ട് വന്നത്. മുസ്ലിങ്ങൾ മാത്രം ഒറ്റക്കും ബാക്കി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒറ്റക്ക് കിട്ടും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അഹ്സാബ് യുദ്ധം നടക്കുന്നത്. പക്ഷെ അപ്പോൾ കുറെ ആളുകൾ, ഈ കപടവിശ്വാസികളായ കുറെ ആളുകൾ വന്നിട്ട് വിശ്വാസികളോട് പറയും, നിങ്ങൾ കണ്ടില്ലേ, അവരെല്ലാവരും കൂടി നിങ്ങൾക്കെതിരെ സംഘടിച്ചു വരുന്നുണ്ട്, നിങ്ങൾ പേടിക്കണം എന്ന് പറയുമ്പോൾ അവര് പറയും, ഖാലു ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അള്ളാഹു മതി. അതാണ് ആ നിർഭയത്വം. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും, എന്തൊക്കെ ആരൊക്കെ എതിരായി വരുന്നു എന്ന് പറഞ്ഞാലും പതറാത്ത ഒരു ഈമാനികമായ കരുത്ത് അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവർക്ക് കിട്ടും. അതാണ് ദുനിയാവിൽ കിട്ടുന്ന ഒരു നിർഭയത്വമാണ്. അവർക്ക് പതറില്ല, അള്ളാന്റെ സഹായം ഉണ്ട്. ഇത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതേപോലെ ആഖിറത്തിലെ നിർഭയത്വം ഉണ്ട്. ആഖിറത്തിലും അതേപോലെയാണ്. ആഖിറത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിനെ പോലെ ഒന്നുമല്ല, ദുനിയാവിന്റെ പേടി പോലെ അല്ല ആഖിറത്ത്. നമുക്ക് ഇന്ന് ആഖിറത്തിനെ കുറിച്ച് വലിയ പേടിയില്ല, ഇന്ന് ദുനിയാവിനെ കുറിച്ചാണ് കൂടുതൽ പേടി, അല്ലെ? നമുക്കൊക്കെ ദുനിയാവില് പിന്നെ ഇവിടെ മോഡി ഭരിക്കുന്നു, ഇന്ത്യയുടെ ഇതിലേക്ക് പോകുന്നു, വഖഫ് ഭേദഗതി വരുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് അതിന് സമരം, പ്രതിഷേധം, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ദുനിയാവിനെ കുറിച്ച് ഭയങ്കര എന്താകും, ഇനി എന്താകും, ഇന്ത്യയുടെ കാര്യം എന്താകും, അതെന്താവും, കുറെ ആൾ കഴിഞ്ഞാൽ എന്തുണ്ടാകും, അത് ഇന്ത്യയുടെ ഇത് മാറുമോ, അങ്ങനെയൊക്കെയുള്ള കുറെ പ്രതിസന്ധി പ്രയാസങ്ങളൊക്കെ നമ്മൾ അതിനെ കുറിച്ചൊക്കെ ബേജാറാവുന്നുണ്ട്. ദുനിയാവിലെ നിർഭയത്വം പോകുമോ എന്നൊക്കെയുള്ള കാര്യം. എന്നാൽ ആഖിറത്തിനെ കുറിച്ച് വലിയ കാര്യമായ പേടിയോ ഇതൊന്നും പല ആളുകൾക്കും ഇല്ല. ഈ പറയുന്ന ആളുകൾക്ക് നമുക്കൊന്നും തന്നെ ആഖിറത്തിൽ എന്താകും എന്റെ കാര്യം, അവിടെ എനിക്ക് നിർഭയത്വം ഉണ്ടാകുമോ, സമാധാനം ഉണ്ടാകുമോ, രക്ഷ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കണം യഥാർത്ഥത്തിൽ. കാരണം നമുക്ക് ആഖിറത്തിലെ നിർഭയത്വം വേണം. ആ ആഖിറത്തിലെ നിർഭയത്വം കിട്ടാൻ തൗഹീദുമായിട്ട് അവിടെ എത്തുന്ന ആളുകൾക്ക് കഴിയുമെന്നാണ് ഈ ആയത്ത് പറയുന്നത്. ഈ ആയത്തിന്റെ ഒരു വലിയ ഒരു ആശയമാണത്. നമ്മൾ മരണപ്പെട്ട് അള്ളാഹുവിന്റെ അടുത്ത് എത്തുമ്പോ തൗഹീദ്, എന്തൊക്കെ ഇല്ലെങ്കിൽ തൗഹീദുമായിട്ട്, ആ തൗഹീദിലെ ഒരു തരത്തിൽ അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യാതെ, ആ വിഷയത്തിൽ ഒരു തരത്തിലും അള്ളാഹുവിൽ പങ്കു ചേർക്കാതെയാണ് നമ്മൾ അവിടെ ചെല്ലുന്നതെങ്കിൽ ബാക്കിയൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട്, ഫളല് കൊണ്ട്, ആ കാരുണ്യ വിശാലത കൊണ്ട് ബാക്കിയുള്ളത് മുഴുവൻ അള്ളാഹു പുറത്തു തന്നേക്കാം. അപ്പൊ തൗഹീദുമായി ചെന്നാൽ ആ ഒരു നിർഭയത്വം നമുക്കുണ്ട് എന്നാണ്. നമുക്കൊരു സമാധാനിക്കാൻ, ആശ്വസിക്കാൻ ഒരു അവസരമുണ്ട് അവിടെ. നേരെ മറിച്ച് തൗഹീദ് ഇല്ലാതെ അവിടെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത ഭയപ്പാടിലായിരിക്കും. അവർ പേടിച്ച്, ഖുറാന്റെ ചില പ്രയോഗങ്ങളൊക്കെ കാണാം, അവരുടെ മുഖം ഇങ്ങനെ കറുത്ത് കരിവാളിച്ച്, അവരുടെ കണ്ണുകൾ അല്ലെങ്കിൽ ഹൃദയങ്ങളൊക്കെ ഇങ്ങനെ തൊണ്ടക്കുഴിയിലേക്ക് വരുമാറ്, അങ്ങനെ ഭയവിഹ്വലരായ നിലയിൽ അവിടെ പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരായിട്ട് കുറെ ആളുകളെ കാണാം. അപ്പൊ അവിടെ അള്ളാഹു ആഖിറത്തിൽ നമുക്ക് നിർഭയത്വം തരാനുള്ള ഒരു നിബന്ധനയാണ് തൗഹീദ് സ്വീകരിക്കലും അതിൽ യാതൊരു തരത്തിലും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നത്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. തൗഹീദ് മുറുകെ പിടിക്കാനും ളുൽമ് കൂട്ടിക്കലർത്താതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ അത് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ആഖിറത്തിൽ നമ്മൾ എത്തുമ്പോൾ തെറ്റുകൾ കൂടുതൽ, അല്ലെങ്കിൽ തൗഹീദിൽ പിഴച്ചുപോയി തെറ്റുകൾ അധികരിപ്പിച്ച്, തിന്മകൾ അധികരിപ്പിച്ചാണ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുന്നതെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വലിയ പേടിയായിരിക്കും, ഭയപ്പാടായിരിക്കും. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കില്ല എന്നാണ് അവര്. നേരെ മറിച്ച് തൗഹീദ് അനുസരിച്ച് ജീവിച്ചവര്, അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹവുമായിട്ടാണ് അവർ അങ്ങോട്ട് ചെല്ലുക. അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം, കൊതി. കാരണം ഞങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചവരാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവരാണ്, അള്ളാഹുവിനെ അനുസരിച്ചവരാണ്, തെറ്റുകൾ ചെയ്യാത്തവരാണ്, അക്രമങ്ങളിൽ നിന്ന് മാറി നിന്നവരാണ്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അത്തരത്തിൽ അക്രമങ്ങളിൽ നിന്ന് മാറി നിന്നവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവിധ അക്രമങ്ങളിൽ നിന്ന് മാറി നിന്നവരായിട്ടാണോ നമ്മൾ ആഖിറത്തിലേക്ക് ചെല്ലുന്നത്? അപ്പോൾ നമുക്കൊരു അള്ളാഹുവിൽ നിന്നുള്ള ഒരു നിർഭയത്വം നമുക്ക് കിട്ടും. അത് അള്ളാഹു നമുക്ക് ഇട്ട് നൽകും എന്നതാണ്. അപ്പൊ അത് വലിയൊരു അനുഗ്രഹമാണ്. ഇനി
ആയത്തിന്റെ ലാസ്റ്റ് ഭാഗം വഹും മുഹ്തദൂൻ. വഹും മുഹ്തദൂൻ ഹിദായത്ത് ലഭിച്ചവർ, അവർക്കാണ് ഹിദായത്ത്. ആരാണ്? നമ്മുടെ സ്ക്രീനിലൊക്കെ ഇട്ട് പടം വരക്കുന്നുണ്ടല്ലോ. അടുത്ത ആയത്തിന്റെ ലാസ്റ്റ് ഭാഗം വഹും മുഹ്തദൂൻ, അവരാണ് നേർമാർഗം പ്രാപിച്ചവർ. അപ്പം ഹിദായത്ത് ലഭിക്കണമെങ്കിലും എന്തു വേണം? ഹിദായത്ത് ലഭിക്കണമെങ്കിലും അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ അങ്ങനെ ജീവിച്ച ആളുകൾക്കാണ് ഹിദായത്ത് ലഭിക്കുന്നത്. അപ്പൊ ആ ഹിദായത്ത് അള്ളാഹുവിന്റെ വലിയൊരു സൗഭാഗ്യമാണ്. ഹിദായത്ത് കിട്ടുക എന്നുള്ളത് വലിയൊരു തൗഫീഖാണ്. അല്ല, എത്രയോ ആളുകളാണ് ആ ഹിദായത്ത് ലഭിക്കാതെ നമ്മുടെ ചുറ്റുപാടുകളിലുള്ളത്. എത്രയോ ആളുകളാണ് അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകുന്നത്, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത്, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാൻ കഴിയാതെ പോയത്, ഖുർആനിന്റെ അനുയായികളാകാൻ ഭാഗ്യം കിട്ടാതെ പോയത്. അല്ലെ, എത്ര ആളുകൾ മുൻഗാമികൾ, പിന്നെ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആളുകൾ, അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും വളരെ വിഷമത്തോടുകൂടി സ്വന്തം പിതൃവ്യനായ, അല്ലെ, സ്വന്തം പിതൃവ്യനായ അബൂ താലിബിനെ പോലും ആ ഇസ്ലാം ഹിദായത്ത് എന്ന അനുഗ്രഹത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്തതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ വിഷമിച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര ആളുകളുടെ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളുടെ കാര്യമൊക്കെ, ഭാര്യയുടെ കാര്യം, ഇതൊക്കെ നമ്മൾ എത്ര കേട്ടതാ, ഇബ്രാഹിം നബിയുടെ പിതാവിന്റെ കാര്യം. അപ്പൊ ഇതൊക്കെ ഹിദായത്ത് ലഭിക്കാതെ പോയി, അതിനുള്ള സൗഭാഗ്യം കിട്ടാതെ പോയ ആളുകളാണ്. അപ്പൊ ഈ അല്ലാഹുവിനെ ആരാധിച്ച് അവരിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ ജീവിക്കുകയും അങ്ങനെ നിർഭയത്തെ ലഭിക്കുകയും അങ്ങനെ ഹിദായത്തിലായി സന്മാർഗം പ്രാപിക്കുകയും ചെയ്ത ആളുകൾ, അത് വലിയ സൗഭാഗ്യവാന്മാരാണ്. അപ്പൊ ഇത് ഈ ആയത്തിന്റെ ആശയങ്ങളാണ്. നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത്രയും കാര്യം പറഞ്ഞു. പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ഞാൻ വിശദീകരിച്ചത്. 1 ഉൽമ്, 2 അമ്ന്, 3 പറഞ്ഞ മുഹ്തദൂൻ ഹിദായത്ത്. ആ ഹിദായത്ത് ലഭിക്കുക എന്നുള്ളത്. അപ്പൊ ആ ഹിദായത്തിൽ മരണം വരെ ആ അള്ളാഹുവിന്റെ ഹിദായത്ത്, മരണശേഷവും അള്ളാഹുവിന്റെ ഹിദായത്ത് നമുക്ക് കിട്ടണം. ദുനിയാവിലും കിട്ടണം, ആഖിറത്തിലും കിട്ടണം. അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഇനി അധ്യായത്തില് 2-3 ഹദീസുകൾ കൂടി വരുന്നുണ്ട്. നമ്മുടെ സമയം എത്ര മണി വരെ ആയിരുന്നു? ഓക്കെ. ഇനി അടുത്ത ഹദീസ്, ഒരു ഹദീസ് കൂടി പറയാനുള്ള സമയം ഉണ്ടാവുള്ളൂ. അതുകൂടി നമുക്കൊന്ന് നോക്കാം. ഈ അധ്യായത്തിൽ വരുന്ന 1-ാമത്തെ ഹദീസ് ഉബാദത്ത് ബിനു സാമിത്ത് റളിയല്ലാഹു അൻഹു. അൻ ഉബാദത്ത് ബിനു സാമിത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു وكلمته ألقاها إلى مريم وروح منه والجنة حق والنار حق أدخله الله الجنة على ما كان من العمل. അപ്പം ഇതില് നമ്മൾ ഈ പറഞ്ഞ തൗഹീദിന്റെ മഹത്വമാണല്ലോ പറയുന്നത്. ആയത്തില് നമ്മൾ മനസ്സിലാക്കി ആ തൗഹീദുള്ള ആളുകൾക്ക് കിട്ടുന്ന ഗുണം, നിർഭയത്വം കിട്ടും, സന്മാർഗം പ്രാപിക്കാൻ സാധിക്കും, അവർക്കാണ് പരലോകത്തും ഇഹലോകത്തും രക്ഷ ഉണ്ടാവുക. ഇനി ഹദീസിൽ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു, അത് സഹാബിയുടെ പേരാണ്. ഈ ഹദീസ് നിവേദനം ചെയ്യുന്ന സഹാബിയുടെ പേരാണ് ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആരെങ്കിലും സാക്ഷ്യം വഹിക്കുകയും വഹ്ദഹു ലാ ശരീക ലഹു, ഏകനാണെന്നും അവന് പങ്കുകാരില്ല എന്നും, വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, തീർച്ചയായും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ദാസനും അവന്റെ ദൂതനുമാണെന്നും സാക്ഷ്യം വഹിക്കുകയും, വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു, തീർച്ചയായും ഈസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ദാസനും അവന്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കുകയും, വകലിമതുഹു അൽഖാഹാ ഇലാ മറിയം, അവന്റെ വചനം, അവന്റെ വകലിമതുഹു, അവന്റെ വചനം, അൽഖാഹാ ഇലാ മറിയം, മറിയമിലേക്ക് അവൻ ഇട്ട് കൊടുക്കുകയും ചെയ്തു, വറൂഹും മിൻഹു, അവനിൽ നിന്നുള്ള റൂഹും അള്ളാഹു മറിയമിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തു എന്നും ഒരാള് സാക്ഷ്യം വഹിക്കുന്നു. വൽ ജന്നത്തു ഹക്കുൻ, അതേപോലെ സ്വർഗം സത്യമാണ്, വന്നാറു ഹക്കുൻ, നരകവും സത്യമാണ്, അദ്ഖലഹുല്ലാഹുൽ ജന്ന. ഇതൊക്കെ സാക്ഷ്യം വഹിച്ചാൽ, സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ വിശ്വസിക്കുക, ഈ പറഞ്ഞതുപോലെ വിശ്വസിക്കുക, യാതൊരു സംശയവും ഉണ്ടാകാത്ത രൂപത്തിൽ വിശ്വസിക്കുക. ഇങ്ങനെയൊക്കെ വിശ്വസിച്ചാൽ
അദ്ഖലഹുല്ലാഹുൽ ജന്ന, അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അലാ മാ കാന മിനൽ അമലി, അവന്റെ പ്രവർത്തനങ്ങൾ അനുസരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെ പ്രവർത്തനത്തിന് അനുസരിച്ചിട്ടുള്ള തോതിൽ ആ പദവിക്ക് അനുസരിച്ചുകൊണ്ട് അവനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ്. അതിന്റെ മലയാളം അവിടെ എഴുതിയിട്ടുണ്ട്, നമ്മളൊന്ന് വായിച്ചു നോക്കാം. അപ്പൊ എന്താണ് ആ ഹദീസിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു. 2, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു. 3, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു, നരകത്തെ കുറിച്ച് പറഞ്ഞു. അപ്പം ഇതിലൊക്കെ കൃത്യമായി വിശ്വസിക്കുന്ന ആളുകളെ ഞാൻ അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ള സ്വർഗങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങളുടെ തോതനുസരിച്ചുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന സ്വർഗീയ പദവികളിലായിട്ട് അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുമെന്നാണ്. അപ്പം ഈ ഹദീസിലെ ഒന്ന് ഇവിടെയും എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വമാണ് പറയുന്നത്. അപ്പം അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും ഇല്ലെന്നും അവൻ ഏകനാണെന്നും അവൻ പങ്കുകാരില്ലാത്തവനാണെന്നും ഇവിടെയൊക്കെ തൗഹീദ് പറയുമ്പോൾ തന്നെ ശിർക്കിനെയും കൂടി നിഷേധിച്ചിട്ടാണ് അള്ളാഹു അതിന്റെ മഹത്വം പറയുന്നത്. തൗഹീദ് ഉണ്ടായാൽ മാത്രം പോരാ, ശിർക്ക് സംഭവിക്കുകയും ചെയ്യരുത്. തൗഹീദ് ഉണ്ട് എന്നാൽ അതോടൊപ്പം ശിർക്കുണ്ടെങ്കിൽ കാര്യമില്ല. കാരണം എന്താ, അള്ളാഹു തന്നെ പറഞ്ഞു വലൗ ഹബിതു വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ എന്ന്. പങ്കു ചേർത്താൽ പിന്നീട് അവർ ചെയ്തതൊക്കെ തകർന്നു പോകുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തൗഹീദിനോടൊപ്പം തന്നെ ശിർക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. തൗഹീദിനോടൊപ്പം ശിർക്ക് വന്നാൽ ആ ശിർക്ക് കൊണ്ട് മറ്റുള്ള അമലുകളെല്ലാം ബാത്തിലായി പോകുന്നതാണ്. അപ്പൊ അവിടെ 2 കാര്യം ഓർമ്മപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് കൂടി എടുത്തു പറഞ്ഞതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. ഒന്ന്, ആളുകൾ അതിര് കവിഞ്ഞത് ഈസാ നബിയുടെ വിഷയത്തിലാണ്. പ്രത്യേകിച്ച് തൗഹീദിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോകാനുള്ള ഒരു വിഭാഗം ആളുകൾ വ്യതിചലിച്ചു പോകാനുള്ള ഒരു കാരണം തന്നെ ഈസാ നബിയുടെ വിഷയത്തിൽ ഉണ്ടായ അതിര് കവിയിലാണ്. ഈസാ നബിയെ കുറിച്ച് അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ്. എന്നാൽ ഈസാ നബി ആരാണ്? ഈസാ നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യം അള്ളാഹു ഹദീസിൽ പറഞ്ഞു. എന്താണ്? മറിയം, മറിയമിലേക്ക് അവൻ ഇട്ടുകൊടുത്ത കെലിമത്താണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്താണ് കുൻ, ആ കെലിമത്തിനെ കുറിച്ചൊക്കെ തഫ്സീറിൽ നമുക്ക് കാണാം. കുൻ എന്ന കെലിമത്ത്, കുൻ എന്ന് പറഞ്ഞാൽ നീ ഉണ്ടാവുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ നീ ഉണ്ടാവുക എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഈസാ നബി ഉണ്ടായി എന്നാണ്. അത് അതേപോലെ കലിമത്തുഹു അൽകാഹ ഇല മറിയമ വറൂഹും മിൻഹു, അവന്റെ പക്കൽ നിന്നുള്ള ആത്മാവിനെ അവൻ ഇട്ടുകൊടുക്കുകയും ചെയ്തു എന്നാണ്. അഥവാ മറിയമിൽ അള്ളാഹു എന്ത് ചെയ്തു? ഒരു ആത്മാവിന് ജീവൻ നൽകുകയും ചെയ്തു എന്നാണ്. അപ്പൊ അത് അള്ളാഹുവിന്റെ ആത്മാവെന്നല്ല, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ആത്മാവിനെ അതിലേക്ക്, അഥവാ ഒരു ജീവനെ, ഒരു ആത്മാവിനെ അള്ളാഹു ഇട്ടുകൊടുക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ അങ്ങനെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതല്ലാതെ ദൈവത്തിന് ഒരു പുത്രൻ ഉണ്ടായി, അല്ലെങ്കിൽ അള്ളാഹുവിന് ഒരു പുത്രൻ ഉണ്ടായിട്ട് അങ്ങനെ ഭൂമിയിൽ ജന്മം എടുത്തതല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ തന്നെ ഒരു അള്ളാഹുവിന്റെ ദൂതനും അള്ളാഹുവിന്റെ ഒരു ദാസനും മാത്രമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നും ഒരാൾ സാക്ഷ്യം വഹിക്കണം എന്ന്, അതാണ് ശരിയായ വിശ്വാസം എന്ന് കൂടി പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം ഇതൊരു മുൻകരുതൽ കൂടിയാണ്. മുസ്ലിങ്ങളിൽ ഇത് സംഭവിക്കരുത്. തൗഹീദുള്ള ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ അതിര് കവിയരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും വളരെ ജാഗ്രതയോടുകൂടി പറഞ്ഞതാണ്. നിങ്ങൾ ഈസാ നബിയുടെ വിഷയത്തിൽ നസ്വാറാക്കൾ, ക്രൈസ്തവർ അതിര് കവിഞ്ഞതുപോലെ എന്റെ വിഷയത്തിൽ നിങ്ങൾ അതിര് കവിയരുതേ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സ്വയം നമ്മളോട് ഒരു മുൻകരുതൽ എടുക്കാനായി പറഞ്ഞു തന്ന വിഷയമാണ്. അപ്പൊ അതേപോലെയുള്ള ഒരു ദൈവികമായ ഇത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും ഇല്ല. ഒരു ദൈവികത അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും ഇല്ല. അവരെല്ലാവരും ആരാണ്? അള്ളാഹുവിന്റെ ദൂതന്മാരാണ്, അള്ളാഹുവിന്റെ ദാസന്മാരാണ്, പ്രവാചകന്മാര് ഒക്കെ. അതല്ലാത്ത ഒരു ദൈവികമായ കഴിവ് അവർക്കൊന്നും ഇല്ല. മറിച്ച് അള്ളാഹു അവരുടെ മുഅ്ജിസത്തുകൾ സ്ഥാപിക്കാൻ സൗകര്യമായ രൂപത്തിലുള്ള ചില തെളിവുകൾ അവർക്ക് നൽകിയിട്ടുണ്ട്. അത് അള്ളാഹു ആണ് ആ പ്രത്യേകമായ ദൃഷ്ടാന്തങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അത് അള്ളാഹു വിചാരിക്കുമ്പോൾ, അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ മാത്രം നടക്കുന്ന ചില അത്ഭുത കാര്യങ്ങളാണ് മുഅ്ജിസത്തുകൾ.
അതല്ലാതെ മറ്റുള്ള ഒരു കഴിവോ പ്രത്യേകതയോ ഒന്നും ഈ പ്രവാചകന്മാർക്ക് പോലും ഇല്ല. ഇത് ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നബിയെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അള്ളാഹുവിന്റെ ഒരു ദൂതൻ മാത്രമാണ്, യൂഹാ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിര് കവിയാതിരിക്കുക, അത് ഈ തൗഹീദ് നഷ്ടപ്പെടാനുള്ള ഒരു കാരണമാണത്. അത് പ്രവാചകന്മാരുടെ വിഷയത്തിലാണെങ്കിലും സ്വാലിഹീങ്ങളുടെ വിഷയത്തിലായിരുന്നാലും മഹാന്മാരുടെ വിഷയത്തിലായിരുന്നാലും ആരുടെ വിഷയത്തിലും അതിര് കവിഞ്ഞ് തൗഹീദിൽ നിന്ന് പഴിച്ചു പോകുന്ന ഒരു ഇതുണ്ടാവരുത്. പിന്നെ പറയുന്നത് സ്വർഗ നരകങ്ങളിൽ അത് സത്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കണം, അല്ലെ? സ്വർഗം സത്യമാണ്, സ്വർഗം അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് കേവലം ഒരു ആലങ്കാരികമോ നമ്മളെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആഗ്രഹിപ്പിക്കാനോ വെറുതെ പറയുന്നതല്ല. സ്വർഗം അത് സത്യമാണ്, അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിപ്പ്, അള്ളാഹുവിന്റെ ഒരു മനോഹരമായ സൃഷ്ടിപ്പാണ് ആ സ്വർഗം. അവിടെ അള്ളാഹു സ്വർഗം സൃഷ്ടിച്ചിട്ടുണ്ട്, സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട്, അല്ലെ? ഖുർആൻ പറഞ്ഞത് ഉഇദ്ദത് എന്നാണ്, അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നാണ് സ്വർഗം. അതേപോലെ നരകത്തെ കുറിച്ച് പറയുമ്പോഴും ഉഇദ്ദത് ലിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് വേണ്ടി അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വർഗം അത് ഹക്കാണ്, ജന്നത്ത് ഹക്കാണ്, നാറ ഹക്കാണ് എന്നും അള്ളാഹുവിടെ നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പിന്നെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. അപ്പൊ ഇങ്ങനെ ഒരാൾ വിശ്വസിച്ച് ഇതിനനുസരിച്ച് ഒരാൾ പ്രവർത്തിച്ച് ഈ വിശ്വാസത്തോടെ പിന്നീട് ബാക്കിയുള്ള പ്രവർത്തനം ഉണ്ടല്ലോ, നമ്മളോട് അള്ളാഹു കൽപ്പിച്ച നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, മറ്റുള്ള ദാനധർമ്മങ്ങൾ, നല്ല കാര്യങ്ങൾ, സൽപ്രവർത്തനങ്ങൾ, ഇതിന്റെ കൂടെ ആ പ്രവർത്തനങ്ങൾ കൂടി വേണം. അപ്പൊ ആ പ്രവർത്തനങ്ങളുടെ തോതനുസരിച്ച് നമ്മളെ സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കും. തൗഹീദ് ഉണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. അതോടൊപ്പം ആ നല്ല കാര്യങ്ങൾ അധികരിപ്പിച്ച് നന്മകൾ കൂട്ടിയാൽ ആ സ്വർഗത്തിന്റെ തന്നെ ഉന്നതമായ പദവികളിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കും. അപ്പം തൗഹീദുള്ള ആളുകൾക്ക് നിർഭയത്വമുണ്ട്, അവർക്ക് സന്മാർഗമുണ്ട്, അവർക്ക് സ്വർഗമുണ്ട് എന്ന് നമ്മൾ ഹദീസുകളിൽ നിന്നും ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് കൃത്യമായിട്ട് ഓർത്ത് പഠിക്കാനും ആ പഠിക്കുന്നതിനനുസരിച്ച് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല ശീലങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കിയെടുക്കാനും അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് നമ്മൾ പരമാവധി എല്ലാവരും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു ക്ലാസ് നഷ്ടപ്പെട്ടാല് ചിലപ്പോൾ പിന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ ഒരു മടി ഉണ്ടാവും. പറഞ്ഞ പോലെ പിശാച് എങ്ങനെയാണല്ലോ, ഒരു കാര്യം നല്ല കാര്യത്തിൽ നിന്ന് നമ്മളൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് തുടർച്ച ഉണ്ടാകാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആ ഒരു മടി കാണിക്കരുത്. പരമാവധി ഈ ദിവസം, തിങ്കളാഴ്ച ദിവസം, അത് മറ്റുള്ള യാത്രകളോ തിരക്കുകളോ ഒക്കെ ഉണ്ടാവാതിരിക്കാൻ നോക്കുകയും കറക്റ്റ് സമയത്ത് നമ്മൾ ഗ്രൂപ്പിലൂടെ ഒക്കെ റിമൈൻഡർ ഒക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ നോക്കി വെച്ച് കറക്റ്റ് ക്ലാസ് കേൾക്കുക, അത് നഷ്ടപ്പെടുത്താതിരിക്കുക, അല്ലെ? നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പൂർത്തീകരിക്കുക. നമുക്ക് ഈ കിതാബ് തൗഹീദ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ, അതേപോലെ മറ്റ് ക്ലാസ്സുകളൊക്കെ എല്ലാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു വലിയ തൗഫീഖാണ് ഇത്തരം അവസരങ്ങളിലൂടെ അള്ളാഹു നൽകുന്നത്. നമ്മെല്ലാം അള്ളാഹു ആ കൃത്യമായിട്ട് അറിവ് നേടുകയും അള്ളാഹുവിനെ കൃത്യമായ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കാനും ആ ആരാധനയിലൂടെ സ്വർഗം നേടാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും പരലോകത്തും ദുനിയാവിലും നിർഭയത്വം ലഭിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.